ഹായ് ഫ്രണ്ട്സ്, കാസറ്റ് എന്ന് വെച്ചാൽ ഓഡിയോ കാസറ്റ്. നമ്മുടെയൊക്കെ സംഗീത ആസ്വാദനത്തിൻ്റെ ഒരു തുടക്കം ശരിക്കും ഓഡിയോ കാസറ്റിലായിരുന്നു അല്ലേ? അപ്പോൾ ഒരു 80s ആ റേഞ്ചിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കാസറ്റാണ് ഒരു മീഡിയ ഉള്ളൂ. കാസറ്റാണ് ഏറ്റവും നല്ല മീഡിയ പാട്ട് കേൾക്കാനായിട്ട്. നല്ല ക്വാളിറ്റി ഓഡിയോ ഒക്കെ തരാൻ പറ്റുന്നത് കാസറ്റിന് തന്നെയാണ്. അതിങ്ങനെ കുറേ കാലം അങ്ങനെ ഡെക്ക് സിസ്റ്റം ആയാലും അസംബിൾ സിസ്റ്റം ആയാലും അതുപോലെ ഓരോ കമ്പനിയൊക്കെ പുറത്തിറക്കുന്ന പോർട്ടബിൾ ആയിട്ടുള്ള കാസറ്റ് പ്ലെയറുകൾ അങ്ങനെയൊക്കെ ആ ഒരു കാലം അങ്ങനെ കടന്നുപോയി. അതിനുശേഷം പിന്നെ വരുന്ന മാറ്റമാണ് CD വന്നു, CD പ്ലെയർ വന്നു. ആദ്യമൊക്കെ നമുക്കുണ്ടായിരുന്നത് എന്താണ്, ഓഡിയോ CD പ്ലെയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിനകത്തൊരു 15-16 ഓഡിയോ പാട്ടുകളാണ് അതിനകത്ത് മാക്സിമം ഒരു സീരിയൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. പിന്നെ അതിനുശേഷം ഒരു വിപ്ലവകരമായ മാറ്റം വന്നത് MP3 പ്ലെയർ വന്നു. MP3 പ്ലെയർ എന്ന് വെച്ചാൽ നമുക്ക് ആ കാലഘട്ടത്തിൽ MP3 പ്ലെയർ ഇല്ലാത്ത ഒരൊറ്റ വീടും ഉണ്ടാവില്ല. അതുപോലെ കംപ്ലീറ്റും ആളുകൾക്കും ഇതിൻ്റെ ഉപയോഗം അറിയാം. അത് സീരിയൽ വാങ്ങുന്നു, അങ്ങനെ ഒരുപാട് ആ ഒരു കാലം. പിന്നീടുള്ള കാലം വന്നതെല്ലാം ഈ MP3 പ്ലെയറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം അന്ന് ഈ MP3 പ്ലെയറും ഓഡിയോ പ്ലെയർ ഇതിൻ്റെയൊക്കെ ആ ഒരു ഓഡിയോ ക്വാളിറ്റി ഡിഫറൻസ് ഒന്നും അന്ന് അറിയില്ലോ. കാലഘട്ടം അത്രയും വർഷം പഴക്കമൊക്കെ ആണല്ലോ. എന്തായാലും അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ വീഡിയോ വന്നു, VCDകൾ വന്നു. അപ്പോൾ നമുക്ക് ഓഡിയോയായി വീഡിയോയായി. അപ്പം അതൊക്കെ വന്നിരുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെയൊക്കെ സൗണ്ട് നമ്മൾ കേട്ടിരുന്നത് TV യിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ മൂവി നമ്മൾ കാണുവാണെങ്കിൽ നമ്മൾ CD പ്ലെയറിനകത്ത് നമ്മൾ CD ഒരെണ്ണം ഇട്ടു, അതിൻ്റെ AV ഔട്ട് ഉള്ളൂ കേട്ടോ. AV ഔട്ട് എടുത്ത് കൊടുത്ത് നമ്മൾ TV യിൽ സ്പീക്കറിൽ നമ്മളതിൻ്റെ ഓഡിയോ കണ്ട് നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്യുമായിരുന്നു. പിന്നീട് നമുക്കതൊന്നും പോരാന്നായി. പിന്നെ ടെക്നിക്കും ടെക്നോളജിയൊക്കെ വളർന്നതിന് ശേഷം പിന്നെ ഈ DVD പ്ലെയറിൽ തന്നെ ഒരു ആംപ്ലിഫയറും ഒക്കെ ആയിട്ട്, അപ്പോൾ DVD പ്ലെയറിൽ നമ്മൾ CD ഇട്ട് ഫിലിം കാണുന്നു, വീഡിയോ നേരെ TV യിൽ വരുന്നു. ഓഡിയോ ഇതിനകത്തുള്ള, അതായത് ഈ ഡിവൈസിനകത്തുള്ള ഈ പ്ലെയറിനകത്ത് തന്നെയുള്ള ചെറിയ ആംപ്ലിഫയറിൽ നിന്ന് ഒരു ചെറിയ ആംപ്ലിഫയർ സെറ്റപ്പ് ഉണ്ടാക്കി അതിൽ നിന്ന് ചെറിയ സ്പീക്കറുകൾ കണ്ടില്ലേ, ഇതുപോലെയുള്ള സ്പീക്കർ കണ്ടില്ലേ, ഇതുപോലെ ചെറിയ സ്പീക്കറുകൾ ഒക്കെ കണക്ഷൻ കൊടുക്കാവുന്ന രീതിയിൽ അങ്ങനെ ഒരു ചെറിയ മിനി ഹോം തിയേറ്റർ സെറ്റപ്പുകളൊക്കെ ആയി. പിന്നെ അതിനുശേഷം വരുന്ന മോഡിഫിക്കേഷനാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് DVD പ്ലെയർ ആണ് നമ്മുടെ സോഴ്സ് എങ്കിലും അത് നമ്മൾ ഹോം തിയേറ്റർ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കും. അതിനകത്ത് വേറെ പ്ലെയറൊന്നും ഉണ്ടാവില്ല. പ്ലെയർ എന്ന് ചിലപ്പോൾ ഒരു USB പ്ലെയർ ഉണ്ടാവും, ബ്ലൂടൂത്ത് ഒന്നും ആ കാലഘട്ടത്തിലില്ല. ഒരു USB പ്ലെയർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ DVD പ്ലെയറിൽ നിന്ന് ഒരു 6 ചാനൽ കണക്ഷൻ ഇതിനകത്തേക്ക് കൊടുത്തിട്ട് ഈ ഹോം തിയേറ്ററിൽ നിന്ന് അതൊരു 6000 മുതൽ ഒരു 20,000 രൂപ ആ റേഞ്ചിലുള്ള ഹോം തിയേറ്റേഴ്സ്, അതിനകത്ത് ആംബ് ഉണ്ടാവും, സബ് വൂഫർ ഉണ്ടാവും, ബാക്കി 5 സ്പീക്കർ സെറ്റപ്പുകളും ആംപ്ലിഫയർ എല്ലാം ഉള്ളതാണ്. അതിനകത്തേക്ക് നമ്മളിത് കണക്ട് ചെയ്തിട്ട് അത് ഒരുവിധം തെറ്റില്ലാത്ത നല്ല ഓഡിയോ കിട്ടുന്ന രീതിയിലുള്ള ഹോം തിയേറ്റേഴ്സ് ഒക്കെ ആയിരുന്നു അത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പായിരുന്നു കൂടുതൽ ആളുകളും ഈ മൂവി കാണാൻ, സിനിമ കാണുവാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതങ്ങനെ കുറേ കാലം ഉപയോഗിച്ചു, നല്ല ഓഡിയോ തന്നെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇത്രയും വർഷത്തെ വർക്കിങ്ങിന് ശേഷം ഇതൊക്കെ മിക്കവാറും കംപ്ലൈൻ്റ് ആയിരിക്കും അല്ലേ? എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇതുപോലെ ചെറിയ ഹോം തിയേറ്റേഴ്സ് എല്ലാം കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഉണ്ടാവും. അതിൽ തന്നെ ബ്രാൻഡഡ് ഉള്ളവരും ഉണ്ട്, കുറച്ച് വില കൂടിയുള്ളവരുണ്ട്. എന്തായാലും കുറേ കാലം കഴിയുമ്പോൾ എല്ലാത്തിനും കംപ്ലൈൻറ്റ് വരുമല്ലോ. അപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും. അതിൽ കുറേ ആളൊക്കെ സർവീസിന് കൊടുത്തിട്ടുണ്ടാവും, കുറേ ആളുകൾക്ക് സർവീസ് ചെയ്ത് വാങ്ങിയിട്ടുണ്ടാവും. പക്ഷേ സർവീസ് കോസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് നല്ല എമൗണ്ട് തന്നെ അവർ ചാർജ് ചെയ്യും. കുറേയൊക്കെ നമുക്ക് റിപ്പയർ ചെയ്തിട്ടും കുറേ നാൾ കൂടി അധികം നാൾ വർക്ക് ചെയ്യാണ്ടൊക്കെ പിന്നീട് കംപ്ലൈൻ്റ് ആയി. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഇതുപോലെയുള്ള ഒരു 8,000 മുതൽ ഒരു 20,000 ആ റേഞ്ചിലുള്ള ഓൾഡ് ഹോം തിയേറ്റേഴ്സ് വർക്കിംഗ് കണ്ടീഷൻ അല്ലാതെ നമ്മുടെ വീട്ടിലുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് അതിനൊന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ വലിയ പാടാണ്. കാരണം അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാൻ പാടായിരിക്കും. അങ്ങനെ പലവിധ കാരണങ്ങളുണ്ട്. ചിലപ്പോൾ എൻ്റെ ബെൽറ്റ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. എൻ്റെ DVD പ്ലെയറിൻ്റെ ഒക്കെ പോയിട്ടുണ്ടാവും. അതൊന്നും പെട്ടെന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ഈ സെറ്റുകൾ വാങ്ങാനായിട്ട് നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ടാകും. നമ്മുടെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ മാറ്റി വെച്ച് ആ പൈസ ഇതിലേക്ക് കിട്ടിയിട്ടായിരിക്കും നമ്മൾ ഈ പ്രോഡക്റ്റ് വാങ്ങി വെച്ചിട്ടുള്ളത്. പക്ഷേ എന്തായാലും ഇത്രയും വർഷത്തിന് ശേഷം അത് കംപ്ലൈൻ്റ് ആയി പോയി, അത് സ്വാഭാവികം. എന്നാലും ഇതിൻ്റെയൊക്കെ സ്പീക്കർ ഇപ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കും. സാധാരണ സ്പീക്കേഴ്സ് അങ്ങനെ പോവാറില്ല, ഇതിൻ്റെ ഒന്നും നല്ല ക്വാളിറ്റി സ്പീക്കേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ സ്പീക്കേഴ്സിനെ നമുക്ക് ഉപയോഗപ്പെടുത്തി വീണ്ടും ഇതിനെ
പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോർഡും അതിനോട് അനുബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ ചെറിയ ഹോം തിയേറ്ററിൻ്റെ ആ ഒരു സ്പീക്കേഴ്സ് ഇത് കണ്ടു. ഇത് എൽ ജിയുടെ ഒരു സ്പീക്കർ പാക്കേജിൽ വരുന്നതാണ്. എൽ ജിയുടെ ഹോം തിയേറ്റർ നമ്മൾ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ DVD പ്ലെയറും ഒക്കെ ആയിട്ട് ഒരുമിച്ച് വരുന്ന ഒരു ഹോം തിയേറ്ററിൻ്റെ ഒരു സ്പീക്കറാണ്. ഇത് കാഴ്ചയിൽ ചെറുതാണെങ്കിലും ഇത് 90 വാട്ട് RMS ഹാൻഡിൽ ചെയ്യും. അതല്ല, അത്രയ്ക്കും നല്ല പവർഫുള്ളായിട്ടുള്ളതാണ്. ഇതൊന്നും ഒരിക്കലും കംപ്ലൈൻറ്റ് വരില്ല. എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് വരുന്നതല്ലാണ്ട് നോർമലി ഇതൊന്നും അങ്ങനെ ഡാമേജ് സാധാരണ വരാറില്ല. അപ്പോൾ ഇതുപോലെയുള്ള സ്പീക്കേഴ്സിനൊക്കെ നമുക്ക് വീണ്ടും ഉപയോഗപ്പെടുത്തി വീണ്ടും നമുക്ക് നോർമൽ മറ്റേ പ്രോലോജിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വേണമെങ്കിൽ നമുക്ക് ഡോൾബി DTS വരെ നമുക്ക് ഇതിനെക്കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാവുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോർഡാണ്. ഒരു 5 ചാനൽ ബോർഡാണ്. അപ്പോൾ ഈ ബോർഡും ഇതിൻ്റെ വിശേഷങ്ങളും ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പല എക്സിക്യൂഷനും ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാകും. കാരണം ഇതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സെറ്റ് ഉറപ്പായിട്ടും നമ്മുടെയൊക്കെ മിക്കവരുടെയും വീട്ടിലുണ്ടാവും. അതിനൊന്നും കളയാതെ കൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ സ്പീക്കർ ക്വാളിറ്റി, ആ പഴയ സ്പീക്കറിൻ്റെ ക്വാളിറ്റിയിലുള്ള ഒരു സ്പീക്കർ ഇന്ന് നമ്മൾ മേടിക്കണമെങ്കിൽ നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെ വീണ്ടും നമുക്ക് ഇതുപോലുള്ള ബോർഡുകളൊക്കെ ഉപയോഗിച്ച് വീണ്ടും അതിനെ ഒന്ന് പൊടിതട്ടിയെടുത്ത് അതിനൊന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാനും പറ്റും. നല്ല ക്വാളിറ്റി ഓഡിയോയും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പല ടൈപ്പ് ബോർഡുകൾ ഉപയോഗിക്കാം. ഇതൊക്കെ ഏതൊക്കെ ടൈപ്പ് ബോർഡ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, വളരെ സിമ്പിളായിട്ടുള്ള വയറിങ് കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാവുന്നേ ഉള്ളൂ. നേരത്തെ പോലെ ഇലക്ട്രോണിക്സ് ഒന്നും അത്രയ്ക്ക് വലിയ ടഫ് വയറിങ്ങും അങ്ങനെ കോംപ്ലിക്കേഷനൊന്നും സാധാരണഗതിയിൽ ഇപ്പോൾ ഇല്ല. ഇതൊക്കെ കുറച്ചൊരു നോളജ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെയുള്ള സ്പീക്കേഴ്സിനെ ഉപയോഗപ്പെടുത്തി സ്വന്തമായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന 2-3 ബോർഡ് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് പറയുന്നത്. ഈ ബോർഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ ഇതിനോട് അറ്റാച്ച് ചെയ്ത് നമുക്ക് എന്തെല്ലാം ബോർഡുകളും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, നമുക്കതിനകത്ത് ഏറ്റവും ഈസി ആയിട്ട് ഏത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ടേബിളിലൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 5.1 ക്ലാസ് D ആംപ്ലിഫയർ ബോർഡ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. പാക്കിൽ വരുന്നത് ഈ ഒരു ബോർഡ് മാത്രമാണ്. നമുക്ക് പാക്കിൽ വരുന്നുള്ളൂ. വേറെ ആക്സസറീസ് ഒന്നും ഈ കൂടെ ഇല്ല. കാഴ്ചയ്ക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നന്നായിട്ടുണ്ട്. നല്ല റിജിഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഹീറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇതൊരു 6 ചാനൽ ആംപ്ലിഫയർ ആണ്. അതായത് ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ്, റിയർ ലെഫ്റ്റ് റിയർ റൈറ്റ്, സെൻറ്റർ സബ്, അങ്ങനെ 6 ചാനലാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ഒറിജിനൽ ടെക്സാസ് USA IC വെച്ചിട്ടുള്ള ഒരു ബോർഡാണ്. ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞുള്ള നല്ല ക്വാളിറ്റി തന്നെയാണുള്ളത്. നല്ലൊരു ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് സിങ്ക് ഇത് നല്ല വലുപ്പത്തിൽ ഹീറ്റ് സിങ്ക്. അതങ്ങനെ നല്ല വലുപ്പം എന്ന് പറയാൻ കാരണം സാധാരണ ക്ലാസ് D ആംപ്ലിഫയറിന് ശരിക്കും പറഞ്ഞാൽ ഹീറ്റ് സിങ്കിൻ്റെ ആവശ്യമില്ല. ഈ ക്ലാസ് Dയുടെ ടെക്നിക്ക് തന്നെ വളരെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് AB ആംപ്ലിഫയർ പോലെയുള്ള അത്രയധികം ഹീറ്റൊന്നും ഇതിന് വരത്തില്ല. ഇനി അഥവാ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഹീറ്റ് സിങ്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് അതിൻ്റെ ഇൻപുട്ട് വരുന്നത്. 6 ചാനൽ ഇൻപുട്ട് ഇവിടെയാണ് 6 ചാനൽ ഇൻപുട്ട് വരുന്നത്. അതുപോലെ ഈ കാണുന്ന ഈ സെക്ഷനിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറയാം. ഇവിടെ പവർ ജാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം. ഈ കാണുന്നതൊക്കെയാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യേണ്ടത്.
ഇത് കണ്ടില്ലേ, ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ലെഫ്റ്റ് ആണ്, ഇത് ഫ്രണ്ട് ലെഫ്റ്റ്, ഇത് ഫ്രണ്ട് റൈറ്റ്, ഇത് സറൗണ്ട് ലെഫ്റ്റ്, ഇത് സറൗണ്ട് റൈറ്റ്, ഇത് സെൻറ്റർ ചാനൽ. ഇവിടെയാണ് ഇതിൻ്റെ സബ് വൂഫറിൻ്റെ ഔട്ട് വരുന്നത്. പിന്നെ ഇതിനകത്ത് വാട്ട്സ് വരുന്നത് ഫ്രണ്ട് ലെഫ്റ്റും അതോ ഇവിടെ ഈ കാണുന്ന ഈ ഫ്രണ്ട് ലെഫ്റ്റും ഈ ഫ്രണ്ട് റൈറ്റും ഇത് 50+50 വാട്ട് RMS ആണ്. അതുപോലെ തന്നെ സറൗണ്ട് ലെഫ്റ്റും സറൗണ്ട് റൈറ്റും ഇതും 50+50 വാട്ട് RMS ആണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. ഈ സെൻറ്റർ ചാനൽ 100 വാട്ടാണ്. സാധാരണ സെൻട്രൽ ചാനലിന് പൊതുവേ പവർ കുറച്ച് കൂടുതൽ വേണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കാറുള്ളത്. അല്ലെങ്കിൽ ഡയലോഗ് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും അത് കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ 100 വാട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സബ് വൂഫറും 100 വാട്ട് അങ്ങനെയാണ്. പിന്നെ ഇവിടെ അതിൻ്റെ ഒരു 24 വോൾട്ട് പവർ സപ്ലൈ. ഇത് സിംഗിൾ പവർ സപ്ലൈ ആണ് ഇതിന് കൊടുക്കേണ്ടത്. പവർ സപ്ലൈയെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. 24 വോൾട്ട്. അതിൻ്റെ പോളാരിറ്റി ഇവിടെ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ഇത് 24 പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്. ഇത് കൺഫ്യൂഷനൊന്നും അടിക്കേണ്ട, അത് നല്ല കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം വരുന്നില്ല. നല്ല ക്ലീനായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്. ഇവിടെയാണ്. ഇതാണ് സബ് വൂഫർ, ഇത് സെൻറ്റർ, ഗ്രൗണ്ട്, സറൗണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, വീണ്ടും ഒരു ഗ്രൗണ്ട്, ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്. ഇത് പിന്നെ മ്യൂട്ട് ഫങ്ഷന് വേണ്ടിയിട്ടാണ്. ഇത്രയാണ് അതിനകത്ത് കണക്ഷൻസ് വരുന്നുള്ളൂ. വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ ഈ കണക്ഷനെ ഓർത്തൊന്നും അധികം കൺഫ്യൂഷൻ ആവണ്ട. ഇത് വളരെ സിമ്പിളാണ്. ഇനി ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഓരോ ആംപ്ലിഫയറിലേക്കുള്ള ഗെയിനൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ചാനലിൻ്റെയും വോളിയം. ഇപ്പോൾ നമുക്ക് ചിലതിന് വോളിയം കൂടുകയോ കുറയോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഗെയിൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ശരിക്കും വോളിയം അല്ല, അത് ഗെയിൻ തന്നെയാണ്. ഗെയിൻ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ചെറിയൊരു പ്രീആംപ് സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിന് മാത്രമേ ഉള്ളൂ ഈ പ്രീആംപ് സെക്ഷൻ. ഓക്കെ, അങ്ങനെയാണ് ഈ ബോർഡിൻ്റെ ആ ഒരു ഏകദേശം ഒരു ലേഔട്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഓഡിയോ ഇതിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ ഓഡിയോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഒന്നും പ്രോബ്ലം ഇല്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള ഓഡിയോ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇതിൻ്റെ പവർ സപ്ലൈ. ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കുകയെന്ന് വെച്ചാൽ 24 വോൾട്ട് DC പവർ സപ്ലൈ ആണ് കൊടുക്കേണ്ടത്. ഇത് ക്ലാസ് ഡി ആയതുകൊണ്ട് തന്നെ നോർമലി എല്ലാ ക്ലാസ് ഡി ആംപ്ലിഫയറും ഒരു ഫിക്സഡ് വോൾട്ടേജിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 24 വോൾട്ട് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള 24 വോൾട്ടാണ് ഇതിന് കൊടുക്കേണ്ടത്. അപ്പോൾ സാധാരണ നമുക്ക് ട്രാൻസ്ഫോമറൊക്കെ കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ട്രാൻസ്ഫോമർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് 230 വോൾട്ട് ഇൻപുട്ട് ഉള്ളപ്പോഴാണ് ഇപ്പോൾ ഒരു 15-16 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറൊക്കെ റെക്ടിഫൈ ചെയ്ത് നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഒരു 16 വോൾട്ട് ട്രാൻസ്ഫോമർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് 24 കിട്ടുമെന്ന് വെച്ചോ. ഈ 24 കോൺസ്റ്റൻ്റ് അല്ല. 24 ഇപ്പോൾ കൂടും കുറയാം. കാരണം ഇൻപുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജും കൂടും. അപ്പോൾ 24 കൂടിക്കഴിഞ്ഞാൽ ഈ ബോർഡ് കംപ്ലൈൻ്റ് ആകും. അപ്പോൾ അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിന് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു SMPS ആണത്. ഇത് 24 വോൾട്ട് 12 ആംപിയർ 12.5 ആംപിയർ 24 വോൾട്ട് 12.5 ആംപിയറിൻ്റെ ഒരു നല്ല SMPS ആണ്. ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള, നമ്മൾ ഈ LED സ്ട്രിപ്പിനൊന്നും ഉപയോഗിക്കുന്ന പോലത്തെ ആ ഒരു SMPS അല്ല. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള SMPS ആണ്. ഇതും G-Starൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഈ ആംപ്ലിഫയർ ഇതും G-Star ആണ് ഇത് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും G-Starൻ്റെ ആ ഒരു ബ്രാൻഡിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ ഈ SMPS നമുക്ക് ഈ ബോർഡിന് ഇതിന് കറക്റ്റ് മാച്ചിങ് ആയിരിക്കും. നല്ല ആംപിയർ ഉണ്ട്. അതായത് 12 ആംപിയറോളം 24 വോൾട്ട് ഒരു 12 ആംപിയറോളം നമുക്ക് ഇതിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അത്രയ്ക്ക് എഫിഷ്യൻസി ഉള്ള ഒരു SMPS ആണ്. ഇതിനകത്ത് കണക്ഷനൊന്നുമില്ല. ഇവിടെ AC ഇൻപുട്ട് കൊടുക്കുക. ഈ 2 ലൈനാണ് AC കൊടുക്കാനുള്ളത്. ഇവിടെ ലൈൻ കൊടുക്കുക. ഇവിടെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ 24 വോൾട്ട് ഔട്ട്പുട്ട് എടുക്കുക. പോളാരിറ്റി ഇവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ളത് നെഗറ്റീവും റൈറ്റ് സൈഡിലുള്ളത് പോസിറ്റീവും. കണ്ടില്ലേ? അതുപോലെ തന്നെ 2 12 വോൾട്ടിൻ്റെ ടാപ്പിംഗ് ഈ 2 സൈഡും കൊടുത്തിട്ടുണ്ട്. മറ്റ് എന്തെങ്കിലും ആക്സസറീസ് മറ്റ് ബോർഡുകൾ കണക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള പവർ സപ്ലൈ ഇതിനകത്തുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്താൽ മാത്രം മതി. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം.
പിന്നെ ഇത് ക്ലാസ് ഡി ആയതുകൊണ്ടാണ് ഈ ഒരു ചെറിയ സൈസിൽ നമുക്കിതൊക്കെ ലഭിക്കുന്നത്. ക്ലാസ് എ ബി ആണെങ്കിൽ കുറച്ചും കൂടി നല്ല വലിപ്പം ഉണ്ടാവും, നല്ല പവർ സപ്ലൈ 24 ഒന്നും പോരാ, നല്ല വോൾട്ടേജ് ഒക്കെ കൊടുക്കേണ്ടി വരും. കാരണം ഇത് നല്ല എഫിഷ്യൻസി ഉള്ള ഒരു ഡിസൈനാണ് ഈ ക്ലാസ് ഡി എന്ന് പറയുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊരു ക്ലാസ് എ ബി ആംപ്ലിഫയറാണ്. ഇതിനകത്ത് 6 ചാനൽ ആംപ്ലിഫയർ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് 5 ചാനൽ ആംപ്ലിഫയർ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ സൈസ് കണ്ടില്ലേ, നല്ല വലുപ്പമുണ്ട്. ഇത് 50 വാട്ടാണ് പെർ ചാനൽ. പക്ഷേ ഇതിനകത്ത് 50 വാട്ടാണെങ്കിൽ തന്നെ ഇതിനകത്ത് സബ് വൂഫർ ആമ്പുണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ചാനലൊക്കെ അത് രണ്ടും 100 വാട്ടാണ്. അപ്പോൾ അത്രയും പവറായിട്ടും ഇത് വളരെ സൈസ് ചെറുതാണ്. ഇത് കണ്ടല്ലേ, ഇത് ഇത്രയും സൈസ് വലുതുണ്ട്. ഇതും വളരെ നല്ലൊരു ബോർഡാണ്, നല്ല ക്വാളിറ്റി ഓഡിയോ കിട്ടുന്നൊരു ബോർഡാണ്. ഞാൻ സൈസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. റെക്ടിഫയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മാത്രം പോരാ, ഇങ്ങനെയുള്ള ബോർഡുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ സ്പീക്കർ പ്രൊട്ടക്ഷൻ, ഇങ്ങനെയുള്ള സ്പീക്കർ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് ഉപയോഗിക്കേണ്ടി വരും. ഇല്ല എങ്കിൽ അത് സർക്യൂട്ട് നന്നായിട്ട് വർക്ക് ചെയ്യില്ല, പല കാര്യങ്ങളും വരും. ഔട്ട്പുട്ടൊക്കെ ഷോർട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ബോർഡൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുമൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ബോർഡൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ. പക്ഷേ ഇതിനകത്തും ഈ പറഞ്ഞ സംവിധാനങ്ങൾ ഇല്ലയെന്നല്ല. ഇതിനകത്ത് ഓവർലോഡ് പ്രൊട്ടക്ഷനുണ്ട്, തെർമൽ പ്രൊട്ടക്ഷനുണ്ട്, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനുണ്ട്, ഓവർ കറണ്ട് പ്രൊട്ടക്ഷനുണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബോർഡാണ്. മിക്കവാറും എല്ലാ ക്ലാസ് ഡികളിലും ഈ വക സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ. ഇനി ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ AC ലൈൻ കൊടുക്കുക. ഇതിൻ്റെ ഇവിടെയാണ് 24 വോൾട്ട് DC ഔട്ട്പുട്ട് വരുന്നത്. ആ പവർ സപ്ലൈ എടുത്ത് ഇതിൻ്റെ ഇവിടെ ഇൻപുട്ടിലേക്ക് 24 വോൾട്ട് കൊടുക്കുക. അപ്പോൾ പവർ സപ്ലൈ കഴിഞ്ഞു. നമുക്ക് ആദ്യം അത് മാത്രം ഒന്ന് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇതൊരു നോർമൽ ഒരു മെയിൻസ് കോഡാണ്, AC മെയിൻസ് കോഡാണ്. അതിൻ്റെ ഇവിടെ ഇതിൻ്റെ ഈ ഇൻപുട്ടിലേക്ക് നമുക്ക് ഈ കോഡ് വെയർ കണക്ട് ചെയ്യാം. ആദ്യത്തെ ഈ 2 പോയിൻ്റാണ് നമുക്ക് AC കണക്ട് ചെയ്യേണ്ടത്. ഇത് ഗ്രൗണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടേക്ക് കണക്ട് ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ AC ലൈൻ ഇതിനകത്തേക്ക് കണക്ട് ചെയ്തു. ഇതാണ് ഈ വയർ, നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തു. നമുക്കൊന്ന് ഓൺ ചെയ്തിട്ട് ഇവിടുത്തെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 23.6, അതായത് 20.68 23.8ഓളം വരുന്നുണ്ട്. അപ്പോൾ 24 വോൾട്ട് സപ്ലൈ വരുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു SMPS ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു കാരണവശാലും ഇത് ഓൺ ആയിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൈ തൊടരുത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ അകത്ത് ഇൻസൈഡ് സർക്യൂട്ടിലൊന്നും കൈ തൊടരുത്, നന്നായിട്ട് ഷോക്ക് അടിക്കും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു SMPS എന്നല്ല, ഏതൊരു SMPS ബോർഡായാലും ഈ ഒരു പോർഷനിൽ ഇത്രയും ഭാഗത്ത് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഷോക്ക് അടിക്കും. വളരെ കെയർഫുള്ളായിട്ട് വേണം ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ. ഇനി വേണ്ടത് ഇതിൻ്റെ ഔട്ട്പുട്ട് DC എടുത്തിട്ട് നമുക്ക് ഈ ബോർഡിലേക്ക് ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കണം. SMPS നിന്നും നെഗറ്റീവും പോസിറ്റീവും എടുത്തു. ഈ വൈറ്റ് ലൈൻ കാണുന്നതാണ് പോസിറ്റീവ് ലൈൻ. ആ പോസിറ്റീവ് ലൈൻ നേരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡിൻ്റെ ഇവിടെയാണ് പവർ കൊടുത്തിരിക്കുന്നത്. പവർ പോയിൻ്റ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ കൊടുക്കുക. ഇവിടെ ഇത് പ്ലസ് 24 വോൾട്ടും ഇത് ഗ്രൗണ്ടും. അപ്പോൾ അങ്ങനെ വേണം കണക്ട് ചെയ്യാനായിട്ട്. ഇവിടെ ഈ വൈറ്റ് ബാൻഡുള്ള വയറാണ് നമ്മളവിടെ പോസിറ്റീവോട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിവിടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. ഇത് നെഗറ്റീവ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇത് മെയിൻസ് കോഡ് നമ്മളിവിടെ ഇൻപുട്ട് AC കൊടുത്തു. അതുപോലെ ഇവിടെയാണ് 24 വോൾട്ട് DC ഔട്ട് വരുന്നത്. ആ DC ഔട്ട് നേരെ കൊണ്ടുപോയിട്ട് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഇതൊരു 5.1 ഓഡിയോ ബോർഡാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് ഇതുപോലെയുള്ള സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാനാണ്. ഇത് കണ്ടില്ലേ, ഇത് നല്ല ക്വാളിറ്റി ഒരു സ്പീക്കറാണ്. ഇതുപോലത്തെ 5 സ്പീക്കറും ഒരു സബ് വൂഫറുമാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്.
തൽക്കാലം നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു ട്രാക്ക് മാത്രമേ ഇപ്പോൾ കണക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സ്പീക്കറിൽ നിന്ന് ഞാനിങ്ങനെ ഒരു വയർ ഇങ്ങനെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ട്രാക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാം. കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ കയ്യിൽ ഇതുപോലെ എത്ര സ്പീക്കർ ഇരിപ്പുണ്ട്? 5 സ്പീക്കർ ഉണ്ടാവും ഇതുപോലത്തെ. ഈ 5 സ്പീക്കറും നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്യണം. അതായത് ഇത് ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, ഇത് സറൗണ്ട് ലെഫ്റ്റ്, ഇത് സറൗണ്ട് റൈറ്റ്, ഇത് സെൻറ്റർ, ഇവിടെയാണ് സബ് വൂഫർ ഔട്ട്. അപ്പോൾ സബ് വൂഫർ ഇവിടെ കണക്ട് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ സിസ്റ്റങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു സ്പീക്കർ മാത്രം കണക്ട് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ 5 എണ്ണവും ഇതുപോലെ കണക്ട് ചെയ്യുക. ഒരു സബ് വൂഫറും ഇവിടെ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ 5 ആംപ്ലിഫയറിൻ്റെ പരിപാടി കഴിഞ്ഞു. 5 ആംപ്ലിഫയറിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഇതിലേക്ക് നമുക്ക് സിഗ്നൽ കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഹോം തിയേറ്ററാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ഇത് കണ്ടില്ലേ, ഇതുപോലെയുള്ള ഹോം തിയേറ്ററിൻ്റെ റെഡിമെയ്ഡ് ബോർഡ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതൊരു ഹോം തിയേറ്റർ കിറ്റാണ്. ഈ 2 ബോർഡില്ലേ, ഇത് നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഈ 2 ബോർഡ് ഇതിങ്ങനെ സെറ്റായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ കണക്ഷനും ഈ ബോർഡിനെ കുറിച്ച് റിവ്യൂ കാര്യങ്ങൾ ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ബോർഡ് ഇത് സെയിം ആണ്. ഇത് 2 ടൈപ്പ് ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ഒന്ന് വലിയ ഡിസ്പ്ലേ, ഇത് വലിയ ഡിസ്പ്ലേയും ഈ ഒരു ചെറിയ ഡിസ്പ്ലേ, അങ്ങനെ 2 ടൈപ്പ് ഡിസ്പ്ലേ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഏത് ഡിസ്പ്ലേ ആയാലും നമുക്ക് കുഴപ്പമില്ല, എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യണത്. അപ്പോൾ ഇനി ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഹോം തിയേറ്ററിൻ്റെ ബോർഡോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പിന്നെയുള്ള ഇത് കണ്ടില്ലേ, ഇത് ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ബോർഡാണ്. ഇത് FT003 ആണ്. ഇത് ഡോൾബി DTSൻ്റെ ഡീകോഡറാണ്. അപ്പോൾ ഈ ബോർഡിൽ നിന്ന് ഇതിലേക്ക് നമ്മൾ സിഗ്നൽ കണക്ട് ചെയ്താലും ഇത് ഡോൾബി DTS ആയിട്ട് വർക്ക് ചെയ്യും. ഈ കിറ്റിനകത്ത് ആണെങ്കിൽ നമ്മൾ ഡോൾബി DTSൻ്റെ കിറ്റ് വേറെ ചെയ്യേണ്ടി വരും. പക്ഷേ അന്നേരം ഇതിനകത്ത് റിമോട്ട് കിറ്റില്ല. ഇത് നമുക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് കണക്ഷൻ കൊടുക്കുന്ന പോലെയാണ്. പിന്നെ ഇത് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്തൊക്കെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഇതിൻ്റെ കണക്ഷൻ, നമ്മളിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഇവിടെ ഔട്ട്പുട്ടിൽ ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സെൻറ്റർ, സബ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതെല്ലാം ഇതിൻ്റെ ഔട്ട്പുട്ടുകൾ, അത് സ്പീക്കറിലേക്കുള്ള ലൈനുകളാണ്. അപ്പോൾ ഈ ഓരോ സ്പീക്കർ ലൈനിലും നമ്മൾ ഇൻപുട്ട് കൊടുക്കണല്ലോ, അതിൻ്റെ ഇൻപുട്ട് വന്നേക്കുന്നത് ഇത് ഇവിടെയാണ്, ഈ ഒരു പോയിന്റിൽ. അപ്പോൾ ആ ഒരു പോയിന്റിൻ്റെ ബാക്ക് സൈഡിൽ ഇത് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സബ് വൂഫർ, സെൻറ്റർ, പിന്നെ ഒരു ഗ്രൗണ്ട്, സറൗണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, പിന്നെ ഗ്രൗണ്ട്, ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, പിന്നെ മ്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകൾ വന്നിട്ടുണ്ട്. ഇതേ പോയിന്റുകൾ തന്നെയായിരിക്കും ഏതൊരു 5.1 റിമോട്ട് കിറ്റിലും വരിക. കണ്ടില്ലേ, ഇതിനകത്ത് നോക്കി, ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സെൻറ്റർ, സബ്, ഗ്രൗണ്ട്. ഇത് FT003 ആണ്. ഇതിനകത്തും ഇങ്ങനെ വരിക. 5.1 എല്ലാം ഇങ്ങനെ തന്നെ വരിക. ഇപ്പോൾ അടുത്തത് നമ്മൾ ആദ്യം കണ്ടത് ഇതിൻ്റെ ഈ കിറ്റിനകത്തും ഇതിൻ്റെയും ഔട്ട്പുട്ട് നോക്കിക്കേ, ഉണ്ട് ഇവിടെയും കണ്ടില്ലേ, ഇതിനകത്ത് അങ്ങനെ തന്നെ വന്നിരിക്കുന്നത്. ഇതിനകത്ത് കണ്ടില്ലേ, ഗ്രൗണ്ട്, ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സെൻറ്റർ, സബ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്. അപ്പോൾ അതാത് വയറുകൾ, ഇപ്പോൾ ഗ്രൗണ്ട് ആണെങ്കിൽ ഈ ഗ്രൗണ്ടിൻ്റെ വയർ നേരെ എടുത്തുകൊണ്ട് പോയിട്ട് ഇവിടെ ഈ ഗ്രൗണ്ടിൽ കൊടുക്കുക. ഇത് കണ്ടോ, ഇവിടെ ഒരു ഗ്രൗണ്ടില്ലേ, ഈ ഗ്രൗണ്ടിൽ കൊടുക്കുക. ബാക്കി ഈ ഫ്രണ്ട് ലെഫ്റ്റ് എന്നുള്ളത് FL നേരെ FR, ഫ്രണ്ട് റൈറ്റ് എന്നുള്ളത് FR എന്നുള്ളത് നേരെ FR, അതുപോലെ തന്നെ സെൻറ്റർ ആണെങ്കിൽ നേരെ സെൻറ്റർ. അങ്ങനെ അങ്ങ് കണക്ട് ചെയ്താൽ മാത്രം മതി, നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം നടക്കും, വളരെ ക്ലീനായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ബോർഡില്ലേ, ഇത് നോർമൽ ഒരു പ്രോലോജിക് ബോർഡാണ്. നമുക്ക് റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന രൂപത്തിൽ ഒരു ഹോം തിയേറ്ററാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു ബോർഡ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് പ്രോലോജിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഡോൾബി DTS ആണ് നമുക്ക് വേണ്ടത് എങ്കിൽ നമുക്ക് ഈ ബോർഡും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്യാനും കുറേ അധികം വയറിങ്ങും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ഇതല്ല, റിമോട്ടൊന്നും വേണ്ട എങ്കിൽ ഇത് അങ്ങ് മാറ്റി വയ്ക്കുക. ഈ ഒരു ഒറ്റ ബോർഡ് ഉപയോഗിച്ചാൽ മതി.
പക്ഷേ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള വോളിയം കൺട്രോൾസ് നമുക്ക് കൊടുക്കേണ്ടി വരും. അതായത് ഈ വരുന്ന ഔട്ട്പുട്ടില്ലേ, ഇതിൻ്റെ ഈ ഔട്ട്പുട്ടിൽ നിന്ന് വന്ന വയറ് ഈ വോളിയം കൺട്രോളിൽ കൂടി കയറി ഇറങ്ങിയിട്ട് വേണം ഇതിൻ്റെ ഇവിടുത്തെ ഈ ഇൻപുട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും. അത് സിമ്പിൾ വയറിംഗ് ആണ്, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. പിന്നെയുള്ള ഏറ്റവും എളുപ്പ വഴി ഡോൾബി DTS ചെയ്യാനായിട്ടുള്ള വഴിയുള്ളത് ഈ കിറ്റ് ഉപയോഗിക്കുക. ഇത് G-Starൻ്റെ കിറ്റ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്ന കിറ്റാണ്. ഞാൻ തുറന്ന് കാണിക്കാം. ഈ ഒരു കിറ്റ് ഇതിനകത്ത് ഈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. വളരെ സിമ്പിൾ പരിപാടി. അത് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ, ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന്. ഇത് അതിൻ്റെ കണക്ഷനുകൾ നമ്മൾ ആ വീഡിയോയിൽ, ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡിസ്പ്ലേ എന്നുള്ള ബോർഡ്, അതിനകത്തേക്ക് ഡിസ്പ്ലേ എന്ന് വരുന്ന വയർ നേരെ കൊണ്ടുവന്നിട്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ ബോർഡ്. ഈ മെയിൻ ബോർഡിൽ ഇത് ഇവിടെ മാറിപ്പോണ്ട, ഈ ഒരു ജാക്ക് ഇപ്പറേ കയറില്ല, സ്യൂട്ടാവില്ല. ഇത് ഇങ്ങനെ തന്നെ സ്യൂട്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനും കൺഫ്യൂഷൻ വേണ്ട. പിന്നെ വരുന്നത് നമുക്ക് ഓപ്ഷനൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഇത് റോട്ടറി എൻകോഡർ ഉണ്ട്, കണ്ടില്ലേ, റോട്ടറി എൻകോഡർ. ആ റോട്ടറി എൻകോഡർ ഇതുപോലെ കേബിൾ ആ കൂടെ തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യുക. റോട്ടറി എൻകോഡർ കൊടുക്കാനായിട്ട് ഇത് ഇവിടെയാണ് പോയിൻ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വയറിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്ത് ആ ഒരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ മേളിൽ കൊടുക്കാം കേട്ടോ, ഇവിടെ മേളിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഈ ബോർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടില്ലേ, ഇത്രയുള്ള പരിപാടി. ഇതിൻ്റെ വയറിങ് കഴിഞ്ഞു. ഇനി ഇതിനൊരു പവർ സപ്ലൈ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 12 വോൾട്ട്, ഇത് 12 വോൾട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 12 വോൾട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ SMPSൽ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഇത് 12 വോൾട്ട് ഒരു ഔട്ട്പുട്ട് ഉണ്ട്, ഇവിടെ വേറെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇതിലേക്ക് എടുത്ത് കണക്ട് ചെയ്താൽ മതി. ആദ്യം അപ്പോൾ ഇതാ റിമോട്ട് കിറ്റിനകത്ത് ഇത്ര ചെയ്യാനുള്ളൂ, ഇത്ര മാത്രം. ഈ 2 പേർ ഇങ്ങനെ വന്നു, ഇവിടെ വന്നു. ഈ 2 പേർ പവർ സപ്ലൈക്കുള്ളത്. പിന്നെയുള്ളത് ഇത് റോട്ടറി എൻകോഡർ. ഇത്രയും നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാണ്. ഇനി ഇതിലേക്കുള്ള പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഒരു വയറും കൂടി എടുത്തിട്ട് നമ്മൾ ഇവിടെയാണ് ഇതിൻ്റെ 12 വോൾട്ട് പവർ സപ്ലൈ ഇവിടെ വരുന്നുണ്ട്. ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഈ വയറ് നേരെ കൊണ്ടുവന്നിട്ട് ഈ റിമോട്ട് കിറ്റിൻ്റെ വയറുമായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ നോക്കണം, പോസിറ്റീവ് നെഗറ്റീവ് നോക്കണം. ഇതിൻ്റെ പോസിറ്റീവ് വന്നിരിക്കുന്നത് ഈ കറുപ്പ് വയറാണ് പോസിറ്റീവ്. ഈ ബോർഡിൻ്റെ പോസിറ്റീവ് വന്നിരിക്കുന്നത് ഈ ബ്രൗൺ വയറാണ്. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. അടുത്ത ഇതിൻ്റെ നെഗറ്റീവുകൾ തമ്മിൽ അതും ജോയിൻ ചെയ്തു. അപ്പോൾ എന്തായി? അപ്പോൾ ഈ റിമോട്ട് കിറ്റിനുള്ള പവർ സപ്ലൈ ആയി. ഈ ആംപ്ലിഫയറിൻ്റെ പവർ സപ്ലൈ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്കൊരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇത് കണ്ടില്ലേ, ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ മറ്റ് റിമോട്ട് കിറ്റിൽ പറഞ്ഞ പോലെ ഇത് കണ്ടോ, മ്യൂട്ട്, ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് ഗ്രൗണ്ട്, സറൗണ്ട് ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് ഗ്രൗണ്ട്, സെൻറ്റർ സബ്. കണ്ടില്ലേ, മ്യൂട്ട്, അത് വിട്ടേക്കാം. ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് ഗ്രൗണ്ട്, സറൗണ്ട് ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് ഗ്രൗണ്ട്, സെൻറ്റർ സബ് വൂഫർ. ഇത്രയും ഔട്ടാണ്. ഏതൊരു ഹോം തിയേറ്ററിനായാലും 5.1 ഇങ്ങനെ വരത്തുള്ളൂ. ഇത് അതാത് പിന്ന് കൊണ്ടുപോയി നേരെ നമ്മുടെ ഈ ആംപ്ലിഫയറിൻ്റെ ഇത് ഇങ്ങോട്ട് കണക്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഹോം തിയേറ്റർ റെഡി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു ഈ കൂടെ വരുന്ന കിറ്റിൻ്റെ കൂടെ വരുന്ന ഇങ്ങനെ വയറുണ്ട്. ആ വയറെടുത്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ആംപ്ലിഫയർ കണക്ട് ചെയ്യാം. ഇവിടെ കണക്ട് ചെയ്തു, കണ്ടില്ലേ, ആമ്പിൽ ഇവിടെ കണക്ട് ചെയ്തു. ഈ ആദ്യത്തെ പിന്നെ മ്യൂട്ടാണ്, അത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാറിയിട്ടാണ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ഈ റെഡല്ലോ, ഇതെന്താണ്, ഈ ഓറഞ്ച് വയർ. ഈ ഓറഞ്ച് വയർ, അതായത് ഇവിടെ നിന്ന് വരുന്ന ഈ ഫസ്റ്റ് വയർ, അത് ഫ്രണ്ട് ലെഫ്റ്റാണ്. കാണുന്നില്ലേ, ഇത് ഫ്രണ്ട് ലെഫ്റ്റ്. നമ്മൾ ഒരു ലൈൻ മാത്രമേ കണക്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം ഒരു സ്പീക്കറിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഫ്രണ്ട് ലെഫ്റ്റ്, ഈ ഫ്രണ്ട് ലെഫ്റ്റ് നേരെ എടുത്തുകൊണ്ട് വന്നിട്ട്
ഈ റിമോട്ട് കിറ്റിൻ്റെ ഫ്രണ്ട് ലെഫ്റ്റ് മ്യൂട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത്തത് അവിടെ കൊണ്ട് ഞാൻ സോൾഡർ ചെയ്ത് ഇവിടുത്തെ ബോത്ത് സൈഡ് പിന്നായിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് ഇത് സോൾഡർ ചെയ്യാം. ഫ്രണ്ട് ലെഫ്റ്റ് ഓക്കെ. അപ്പോൾ ആ ഫ്രണ്ട് ലെഫ്റ്റ് ഞാൻ ഇവിടെ കൊണ്ട് സോൾഡർ ചെയ്തു. ഇനി വേണ്ടത് ഒരു ഗ്രൗണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗ്രൗണ്ട് എവിടെയാണ്? ഇതിനകത്ത് ഗ്രൗണ്ട് വരുന്നത് 1 2 മൂന്നാമത്തെ ഒരു ഗ്രൗണ്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ലെഫ്റ്റ് കഴിഞ്ഞ് ഫ്രണ്ട് റൈറ്റും കഴിഞ്ഞൊരു ഗ്രൗണ്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 2 മൂന്നാമത്തെ വയർ എടുക്കാം. 1 2 3 ബ്രൗൺ വയർ. അപ്പോൾ ഈ ബ്രൗൺ വയറാണ് അടുത്ത ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് ഇതിലേക്ക് കൊണ്ട് ഗ്രൗണ്ട് കണക്ട് ചെയ്യാം. ഓക്കെ. ആക്ച്വലി ഇത് ഗ്രൗണ്ട് കണക്ട് ചെയ്യേണ്ട ഇതിങ്ങനെ സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ഈ കണക്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ സോൾഡർ ചെയ്യണത്. ഇല്ലെങ്കിൽ നമുക്ക് നേരെ ഇതിനകത്തേക്ക് ഇറക്കി വെച്ചാൽ മതി. ഒരു പരിപാടിയില്ല. ഒരു സോൾഡറിങ്ങിൻ്റെ ആവശ്യം പോലും ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഹോം തിയേറ്റർ റെഡിയായി. 5.1 ഡോൾബി DTSൻ്റെ ഹോം തിയേറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞു. 5.1 ഡോൾബി DTS HDMI ഉണ്ട്, ഒപ്റ്റിക്കൽ ഉണ്ട്, കോവാക്സിലുണ്ട്, USB ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, FM ഉണ്ട്. അങ്ങനെയുള്ള കംപ്ലീറ്റ് സംഭവത്തിൻ്റെ ഒരു ഹോം തിയേറ്റർ നമ്മൾ റെഡി. അത് ചെറുതല്ല, 400 വാട്ട് RMSൻ്റെ ഹോം തിയേറ്റർ ആയിരിക്കുന്നത്. സിമ്പിൾ പരിപാടിയുള്ളൂ. ഇതിവിടെ സോൾവ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിവിടെ ആ കറക്റ്റ് ജാക്കി കിട്ടാത്തതുകൊണ്ടാണ് ഞാനിവിടെ എൻ്റെ അത് തീർന്നു. അതാണ് ഞാനിവിടെ സോൾവ് ചെയ്തത്. ഇതുപോലെ തന്നെ ബാക്കി ഉള്ള ട്രാക്കിംഗ് കൂടി നമുക്ക് സോൾവ് ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ ഒരു സ്പീക്കർ മാത്രം കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് ഒന്നുകൂടെ ഒന്ന് പറയാം. AC ലൈൻ ഇവിടെ കൊടുത്തു. ഇതിൻ്റെ എവിടെയാണ് 24 വോൾട്ട് DC വരുന്നത്. ആ DC ലൈൻ നേരെ ആംപ്ലിഫയറിലേക്ക് 24 വോൾട്ട് DC കൊടുത്തു. ഈ കാണുന്ന ഓരോന്നും സ്പീക്കറിലേയും കൊടുക്കാനുള്ളതാണ്. നമ്മൾ ഒരു സ്പീക്കർ മാത്രമേ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ, ബാക്കി തരം കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇൻപുട്ട് കൊടുക്കാനാണ് 5.1 ഇൻപുട്ട്. ആ 5.1 ഇൻപുട്ട് നേരെ നമ്മുടെ ഡോൾബി DTS ഒക്കെ വർക്ക് ചെയ്യുന്ന റിമോട്ട് കിറ്റിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ഗ്രൗണ്ട് കണക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഗ്രൗണ്ടും ഓരോ ലൈനും കണക്ട് ചെയ്യേണ്ടത്. ഒരു ഗ്രൗണ്ടും ബാക്കി 5 ലൈനും അത്രേ ഉള്ളൂ കണക്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. സിസ്റ്റം ഓണായി. കണ്ടില്ലേ, ബ്ലൂടൂത്ത് ആവുന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ റോട്ടറി എൻകോഡറിൽ നമുക്കെല്ലാം ഉണ്ട്, വോളിയം അതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ബ്ലൂടൂത്ത് ഇത് ചെരിച്ച് വയ്ക്കാം. ഗ്ലെയർ അടിക്കുന്നത് കാണാൻ പറ്റത്തില്ല എന്ന് ഞാൻ ബ്ലൂടൂത്ത് ഓൾറെഡി ഇവിടെ കണക്റ്റഡ് ആണ്. GS78 ഞാൻ ഇതിന് മുമ്പ് ഉള്ള കിറ്റിൻ്റെ. ഇതിപ്പോൾ USB ഇപ്പോൾ ഫോണുമായിട്ട് പെയർ ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നല്ല പവറായിട്ടാണ് വരുന്നത്. നല്ല ഓഡിയോ പവറുണ്ട്. ഈ സ്പീക്കർ നല്ല ക്വാളിറ്റി കാരണം ഈ ഒറ്റ സ്പീക്കറിൽ തന്നെ നല്ലൊരു പെർഫോമൻസ് ഇതിനകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഡോൾബി ഉണ്ട്, DTS, അതുപോലെ കണ്ടില്ല. ഇതിപ്പോൾ PCM വർക്ക് ചെയ്യണേ. ഇവിടെ PCM ഓരോ മോഡ് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണുകയും ഇവിടെ PCM ആണ്. അതുപോലെ ഡോൾബി DTSൻ്റെ മുകളിൽ കണ്ടില്ല, ഡോൾബി DTS നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഡോൾബി ഇല്ല, PCM കേൾക്കുന്നത്. അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് നല്ല ഡിസ്പ്ലേ ഒക്കെ ആയിട്ടുള്ള നല്ലൊരു, ഇപ്പോൾ ഓക്സിലാണ്, ഇപ്പോൾ കോവാക്സിൽ 1, കോവാക്സിൽ 2, ARC
HDMI ARC അതൊക്കെ കണക്ട് ചെയ്യുമ്പോഴേ വർക്കാവുള്ളൂ. ബ്ലൂടൂത്ത് തിരിച്ച് വീണ്ടും ബ്ലൂടൂത്തിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. വളരെ കുറച്ച് കണക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള സ്പീക്കേഴ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടായെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഹീറ്റൊന്നും അല്പം പോലും ഹീറ്റാവില്ല തോന്നുന്നു. യാതൊരു വിധത്തിലും ഹീറ്റാവില്ല. വളരെ കുറച്ച് ചിലപ്പോൾ ഹീറ്റ് ആയെങ്കിൽ ഒന്ന് മാത്രം, അതുപോലെ ഉള്ളൂ. നല്ല ക്ലാസ് നല്ല ബോർഡാണുള്ളത്. ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ഹോം തിയേറ്റർ, ഇത് കണ്ടില്ല, ഇത് നമ്മൾ ഈ 20,000 ആ റുപ്പീസിനൊക്കെ വാങ്ങുന്ന ഒരു ഹോം തിയേറ്ററിനകത്ത് ഇത്രയും സംഭവമുള്ളൂ. ഇത്ര മാത്രം സംഭവമുള്ളൂ. ഒരു നല്ല ഡിസ്പ്ലേ ഉണ്ട്. ഈ റിമോട്ട് കിറ്റിനെ കുറിച്ച് തന്നെ ഓൾറെഡി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കത് ഡീറ്റെയിൽഡ് കാണാൻ പറ്റും, അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു ക്ലാസ് ഡി ബോർഡ്, ഈ ഒരു SMPS, ഇത്രയും ഉണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കണക്ഷൻ, വേറെ ഒന്നും ചെയ്യാനില്ല. അത്ര വലിയ ഹാർഡ് വർക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു റോട്ടറി എൻകോഡർ, ഇതുവഴി നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. വോളിയം, ഇതിൻ്റെ കംപ്ലീറ്റ് ABCD നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇത്രയൊക്കെ വരുന്നുള്ളൂ. ഇതിനകത്ത് വേറെ ഇനിയൊന്നും വേണ്ട, ഇനിയൊന്നും ചേർക്കാനുമില്ല. ഇതാണ് ഹോം തിയേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബോർഡ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ പഴയ ഓൾഡ് മ്യൂസിക് സിസ്റ്റത്തെ നമുക്ക് വീണ്ടും എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കണം. നമ്മൾ കഴിയുന്നത് ഇത് ഇരിക്കുന്ന ആ ഒരു ഓഡിയോ സിസ്റ്റത്തിൽ വേറെ പരിപാടിയൊന്നും ചെയ്യാണ്ട് നമ്മളിത് എക്സ്റ്റേണലായിട്ട് ഒരു ചെറിയൊരു ബോക്സിനകത്ത് ഇതൊക്കെ ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അത്ര വലിയ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു വയറിംഗ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഈ ബോർഡിൻ്റെ പ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്നെ ഒന്ന് ജസ്റ്റ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാനത് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ബോർഡ്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസും സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.